ഹലോ ഗേസ്, പത്തരമാറ്റ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ അടുത്ത് ഓടി വന്നിട്ട് ആദർശ് പറയാണ് കേട്ടോ, അമ്മ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് എടുത്ത് പൊക്കുവാണ് സന്തോഷം കൊണ്ട്. അത് കണ്ട് പെട്ടെന്ന് നവ്യ വഴി വരുവാണ് കേട്ടോ. നവ്യ എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്തായി കാണിക്കുന്ന ആദർശ് ചേട്ടാ, ഇവക്ക് വയ്യാത്തല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശം നയനെ ആകെ ചമ്മി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഒന്നുമില്ലയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. അപ്പോഴേക്കും നവ്യ കാര്യം തിരക്കുമ്പം നയന പറയുവാണ് കേട്ടോ സംഭവിച്ചൊക്കെ. അത് കേൾക്കുമ്പം പെട്ടെന്ന് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ അമ്മയമ്മയ്ക്ക് മനസ്സിലായോ നീ ആ കരൾ കൊടുത്തെന്ന്, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ല, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അമ്മ ഇപ്പോൾ പോകാൻ സമ്മതിച്ചേ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഇതൊരു പുതിയ തുടക്കമാണ്, ഇനിയിപ്പം അവർ നിനക്ക് എന്തൊക്കെ തന്നാലും അത് മതിയാവുകയില്ല. എന്തായാലും ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ടെന്നും കൊണ്ട് നിനക്കറിയാമല്ലോ, അവരൊക്കെ നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടിയാണ് പറഞ്ഞു വിടുന്നത്. രണ്ടുപേരും എന്തായാലും ഹാപ്പി ആയിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ നവ്യ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നവ്യ നേരെ മുറി വരുന്നതാണ്. മുറി വരുമ്പോഴത്തേക്ക് അബിനെ കാണുമ്പോഴേക്കും നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആദർശനെ കണ്ടുപിടിക്കണം, നയനെ കൈവെള്ളയിലെടുത്ത് നടക്കുന്നത്, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ആ കൊണ്ടുപോയിട്ടുണ്ട്, അന്ന് ആ ഗുണ്ടകളെ വെച്ച് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് ചെയ്യാനാ, എൻ്റെ കഷ്ടകാലത്തിന് അതിലൊരു ഗുണ്ടയ്ക്ക് അവളോട് പ്രേമം തോന്നിപ്പോയി, അതുകൊണ്ട് അല്ലെങ്കിൽ നീ പണ്ടേ തീർന്നേനേടി എൻ്റെ കാലക്കേട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് നവ്യ പറയാ, അല്ല ആരോടെ ഞാൻ ഈ പറയുന്നത്, അയ്യപ്പസ്വാമിയെ കാണാൻ പോയിട്ട് അയ്യപ്പസ്വാമിയെ പറ്റിക്കുന്നവനാ, അവൻ സ്വന്തം ഭാര്യേനെ പറ്റിക്കുകയല്ല എന്ന് വിചാരിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ എന്ന് പറയും കേട്ടോ. അപ്പോഴും അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെ ഒന്ന് തലേന്ന് ഒഴിവാക്കി കിട്ടാനാണ് ഞാൻ ശബരിമലയ്ക്ക് പോയത്, അതിനും അയ്യപ്പ സമ്മതിച്ചില്ല, എന്തൊരു ഗതികേട്. എല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് അബി പറയാണ്, ഞാൻ എന്തായാലും ആദർശൻ്റെ പോലെ നട്ടനില്ലാത്തവനല്ല, എനിക്ക് ഭാര്യേനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നെ നീ പറഞ്ഞ പോലെ ഇപ്പം നിന്നെ കൊണ്ട് ചുറ്റി കറങ്ങി കഴിഞ്ഞാൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കറങ്ങും, അതിന് പറ്റിയ അവസ്ഥയൊന്നും അല്ലല്ലോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുന്ന നവിക്ക് നല്ല ദേഷ്യം വരുവാണ്. നവി പറയുന്നുണ്ട്, ആ കുഞ്ഞു പോയി കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കുമല്ലോ, പിന്നെ ഇപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് നീ എന്നെ എവിടെയും കൊണ്ടുപോകാതിരിക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി കിടക്കുവാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്കും അഭി ചിന്തിക്കുന്നുണ്ട്, ഏത് നേരത്താണോ ഇവിടെ കെട്ടാൻ തോന്നിയത്, എന്തൊരവസ്ഥ, പറഞ്ഞു വിടാനും പറ്റുന്നില്ല, ഇതോട്ട് ഒഴിഞ്ഞു പോകുന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചാകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശം നയനയോടെ യാത്ര പോകുന്നതാണ് കേട്ടോ ദേവേനെ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് നയനയ്ക്ക് വയ്യാണ്ടാവുന്ന കണ്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് കരഞ്ഞ് ചാടി എഴുതേക്കുവാണ് കേട്ടോ. അപ്പുറത്ത് ജയൻ കിടപ്പുണ്ടെങ്കിലും ജയൻ ഇതൊന്നും അറിയുന്നില്ല. പയ്യൻ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് തന്നെ ദേവയാനി ഡോക്ടറെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഞാനിവിടെയൊക്കെ അത്യാവശ്യ കാര്യം ചോദിക്കാനായി രാത്രി വിളിച്ചത്, അത് കുഴപ്പമില്ലടോ താൻ പറ എന്നൊക്കെ ഡോക്ടർ പറയുവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, എനിക്ക് കരൾ വന്ന കുട്ടി ആ കുട്ടിയുടെ ഹസ്ബൻഡിനൂടെ ഒരു യാത്ര പോവുക, കുറച്ച് ദൂരയാത്രയാണ്, കൊച്ചിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുമല്ലോ, അതറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയണേ, എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല, ഇപ്പം മുറിവൊക്കെ ഉണങ്ങി കാണും, പക്ഷേ തനിക്ക് യാത്ര പോകാറൊന്നും ആയിട്ടില്ല, ഇനി ഒരു മാസമുള്ള റെസ്റ്റ് എന്തായാലും ദേവയാനിക്ക് വേണം, ആ കൊച്ചിനൊരു കുഴപ്പം ഉണ്ടാവുകയില്ല, സമാധാനമായിട്ടിരുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ദേവേനെ ഒരുപാട് ഇങ്ങനെ സന്തോഷമായിട്ട് ആദർശൻ്റെയും നയനയുടെയും കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ബാഗൊക്കെ പാക്ക് ചെയ്യുവാണ് കേട്ടോ നയന. ആ സമയത്ത് ആദർശം എന്നോട് പറയുന്നുണ്ട്, കുറേ തുണി എടുത്തു വെച്ചു, അതിന് ഒത്തിരി ദിവസം നമ്മൾ പോകുന്നുണ്ടോ ആദർശ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ നയനയോട് പറയുന്നുണ്ട്, അല്ല നിനക്ക് ക്ഷേത്രത്തിൽ പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, പിന്നെ തണുപ്പുള്ള സ്ഥലത്താണ് പോകുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറേണ്ടി വരും, ചൂടൊക്കെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെ കേട്ട് നയന ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തു വെക്കുവാണ്. അത് കഴിയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്, പക്ഷേ ഇനി പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് വേണം പോകാൻ, നമ്മൾ പോകാമെന്നറിയുമ്പം എല്ലാവർക്കും വിഷമമായിരിക്കും, നവ്യേച്ചിക്കും അതുപോലെ അനാമികയ്ക്കും എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ആദർശ് പറയുന്നുണ്ട്, അനാമികയുടെ കാര്യം ശരിയായിരിക്കും, നവിക്ക് ഈ അവസ്ഥയിൽ എന്തായാലും യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എനിക്ക് അവളെ കൊണ്ടുപോകണമെന്നും കൂടെ ആഗ്രഹമുണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അവൾ കൊച്ചല്ലേ, ഈ പ്രായത്തിൻ്റേതായിരിക്കും, എല്ലാം മാറിക്കോളും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നുമല്ല, നീയുമായിട്ട് വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, അവൾക്ക് കുറച്ച് പ്രായ വ്യത്യാസമുള്ളൂ, പിന്നെ അവളുടെ സ്വഭാവത്തിന് അനി അവളെ വെറുക്കുന്നതിനും ഒന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഒന്നും ശരിയാവും എന്നൊക്കെ പറയും കേട്ടോ. സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ചായ എടുക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് പറയുന്നുണ്ട്, വേണ്ട നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാം, ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഒരു സാധനമൊക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ. ആ സമയത്ത് ദേവയാനി നല്ല കടുപ്പുള്ള ചായയും കൊണ്ടൊക്കെ വരുവാണ്.
ആ സമയത്ത് പെട്ടെന്ന് നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പുറത്തുനിന്ന് പോകുമ്പോൾ കുടിക്കാമെന്ന് പറഞ്ഞു, അത് ഞാൻ ചായ ഇടാത്ത, അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് ഇട്ടിട്ട് വരുമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എൻ്റെ മകനൊരു ദൂരയാത്ര പോവല്ലേ, അപ്പോൾ അവന് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ല കടുപ്പുള്ള ചായ ഇട്ടുകൊണ്ട് വന്നതേ ഉള്ളൂ, എങ്ങനെയുണ്ട് ചായ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ആദർശം നല്ലതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് നയനയും കൊള്ളാമെന്ന് പറയും കേട്ടോ. അപ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, അതിന് നിന്നോട് ഞാൻ ചോദിച്ചില്ലോ, എൻ്റെ മോനോടല്ലേ ചോദിച്ചേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നയന പെട്ടെന്ന് ചമ്മുവാണ്, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ദേവേനി ആദർശനോട് പറയുന്നുണ്ട്, അല്ല ഇവളുടെ കൂടെയാണല്ലോ പോകുന്നത്, ബില്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ രണ്ടുപേരും സ്വപ്നം കണ്ടു കഴിക്കും പോകുന്നത്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, പേടിക്കണ്ടമ്മേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അല്ല അവർക്ക് കുറച്ച് ഡ്രൈവിംഗ് അറിയാം അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അത്രയും ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ലപോലെ ഡ്രൈവിംഗൊക്കെ അറിയണം, ഇവിടെ കൊണ്ടൊന്നും ഓടിപ്പിക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് നയന പറയുന്നുണ്ട്, എനിക്ക് അമ്മയും പോരെ കൂടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ നീ ഇപ്പോൾ വിളിച്ചതൊക്കെ കൊള്ളാം, ഈ വിളിയിൽ തീരെ ആത്മാർത്ഥയില്ല എന്ന് എനിക്കറിയാം എന്നിങ്ങനെ ചെറുതായിട്ട് കൊളിച്ചു പറയും കേട്ടോ. അപ്പോൾ അതങ്ങനെ വീണ്ടും ഇങ്ങനെ ചമ്മി നിൽക്കുവാണ്. ആദർശ് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് രണ്ടുപേരും ചായയുടെ കപ്പൊക്കെ അവിടെ വെച്ച് ദേവേനയോട് യാത്ര പറഞ്ഞിറങ്ങുവാണ്. തിരിച്ച് വണ്ടി കയറുന്നതിന് മുമ്പ് നയന തിരിഞ്ഞ് ദേവേനയെ നോക്കുമ്പോൾ ദേവേനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന കാണുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന വണ്ടിയിൽ കയറിയിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ഞാൻ ആദർശനോട് വന്ന അമ്മയ്ക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു, അവിടെ നിന്ന് കരയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ലടോ, ഞാൻ എവിടെ ദൂരയാത്ര പോയാലും അമ്മ ഇങ്ങനെ കരയാറുണ്ട്, എന്നെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് അല്ലേ, പോകാതിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും അടിച്ചു പൊളിച്ച് പോയിട്ട് വരാം, ഇനി പോകുമ്പോഴൊക്കെ അമ്മ വിളിക്കും, അത്രയ്ക്ക് അമ്മ എന്നെ മിസ് ചെയ്യാറുണ്ട്, അതൊരു പതിവാണ്, എനിക്ക് അറിയാത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് ആദർശ് പറയുന്നത് ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന നയനേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.